നമുക്ക് നടക്കാൻ പോകുന്ന ഇംഗ്ലീഷ് എക്സാമിൽ എന്തായാലും ഉണ്ടാവും എന്ന് ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഇമെയിൽ റൈറ്റിംഗ് എന്നുള്ളത്. ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇമെയിൽ എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ ഏതൊരു ചാപ്റ്ററിനായിരിക്കാം ഇമെയിൽ വരാൻ ചാൻസ് ഉള്ളത്? നമ്മുടെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സീന എംലോപ്പയുടെ ചാപ്റ്ററിൽ നിന്നായിരിക്കും നമ്മുടെ ഇമെയിൽ വരാനുള്ളത് കേട്ടോ. സോ യു വിഷ് ടു സെൻഡ് എൻ ഇമെയിൽ ടു എംലോപ്പെ, ദ ഓതർ ഓഫ് ദ ടോയ്ലറ്റ്, കൺഗ്രാജുലേറ്റിംഗ് ഹെർ ഓൺ ഹെർ അച്ചീവ്മെന്റ്സ്. ഡ്രാഫ്റ്റ് ദ ഇമെയിൽ. അപ്പൊ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലെ. അവരുടെ കഥകളും കവിതകളൊക്കെ വായിച്ച് നമ്മൾ എന്താണ് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുണ്ട്. ടോയ്ലറ്റ് എന്നുള്ള ചാപ്റ്റർ വായിച്ചിട്ട് നമ്മൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു ഇമെയിൽ എഴുതേണ്ടത്? അപ്പൊ പണ്ട് നമ്മൾ ലെറ്റർ ഒക്കെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എന്താണ്, അത് കുറച്ച് മോഡിഫൈ ചെയ്ത് ഇമെയിൽ ആയി, അത്രേ ഉള്ളൂ. വേറെ ഡിഫറൻസ് ഒന്നുമില്ല. എങ്ങനെയാണോ ഒരു ലെറ്റർ എഴുതുക അതുപോലെ തന്നെയാണ് നമ്മൾ ഇമെയിൽ എഴുതേണ്ടത്. പക്ഷെ കുറച്ച് ഡിഫറൻസുകൾ ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ വേണ്ടി മതി. ഓക്കെ, ഇതാണ് ഇമെയിലിന്റെ ഫോമാറ്റ്. ഈ ഫോമാറ്റ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടടാ, നിങ്ങൾക്ക് 3/4 മാർക്കും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾ എഴുതുന്ന കണ്ടന്റിന് അനുസരിച്ചിട്ട് ആ ഒരു ബാക്കി മാർക്ക് 1-2 മാർക്കും കൂടി ഇടും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നോക്കുക. 2 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ആർക്കാണോ മെയിൽ അയക്കുന്നത് അവരുടെ പേര് നിങ്ങൾ എഴുതണം. പേരല്ല, ഇമെയിൽ ഐ ഡി ആണ് കേട്ടോ. ഇപ്പോൾ ആ ഒരു പേര് അറിയില്ലെങ്കിൽ, ആർക്കാണ് അയക്കുന്നതെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, abc@gmail.com എന്ന് എഴുതിയാൽ മതി. വല്ല മാനേജർ എന്നൊക്കെ പറയാണ്, അല്ലെങ്കിൽ വല്ല ന്യൂസ് റിപ്പോർട്ടറിനൊക്കെ അയക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു മെയിൽ ഐ ഡി abc@gmail.com എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ഇവിടെ നമുക്കറിയാലോ നമ്മൾ ആർക്കാണ് മെയിൽ അയക്കുന്നത്, സീന എംലോപ്പയ്ക്കാണല്ലോ. അപ്പൊ സീന എംലോപ്പെ@gmail.com എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. റെഡി. ഇവിടെ ഫ്രം മെയിൽ എഴുതണ്ടോ? നമ്മൾ ആരാണ് അയക്കുന്നത് അവരുടെ മെയിൽ ഐ ഡി നമ്മൾ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങളൊന്ന് വേഗം പോയിട്ടൊന്ന് ഇമെയിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ എന്താണ്, ഫ്രം ഓൾറെഡി വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്രം എഴുതേണ്ട ആവശ്യമില്ല. ആൻഡ് CC/BCC. ഇപ്പൊ പണ്ട് മിസ് പഠിക്കുന്ന സമയത്ത് മിസ് വിചാരിച്ചു എന്താണ് ഈ CC/BCC, ഇതറിയാത്തോണ്ടായിരുന്നു എന്ത് ചെയ്യായിരുന്നത്, ഈ ഒരു ഇമെയിൽ വന്നാൽ ഞാൻ വേഗം സ്കിപ്പ് ചെയ്യാറായിരുന്നു പതിവ്. അതൊന്നുമില്ല, അവിടെ വെറുതെ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. റെഡി. ഇപ്പോഴല്ല, കുറച്ച് കാലം മുന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ CC 2 കോളൻ ഇടുക, BCC 2 കോളൻ ഇടുക. CC എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പി, BCC എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പിയാണ്. സോ ഈ ഒരു 2 കോളൻ ഇട്ടിട്ട് അവിടെ വെറുതെ ഒഴിച്ച് വെച്ചാൽ മതി. അവിടെ ഒന്നും കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മെയിലിൽ എഴുതേണ്ട ഒരു കാര്യമാണടാ എന്ത്, സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അതെന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ അവിടെ എഴുതുക. എന്തിനെ പറ്റിയിട്ടാണ്, ഇവിടെ കൺഗ്രാജുലേറ്റ് ചെയ്യാനാണ് അല്ലേ. അപ്പോൾ ടു കൺഗ്രാജുലേറ്റ് സീന എംലോപ്പെ എന്ന് പറഞ്ഞിട്ടോ എന്തായാലും ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും ആ ഒരു സാധനം. അതെന്ത് ചെയ്യുക, സബ്ജക്റ്റ് ആയിട്ട് എഴുതുക. ആൻഡ് ഡിയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ സീന എംലോപ്പെ നമുക്ക് ഡിയർ എന്ന് വിളിക്കാൻ പറ്റുമല്ല, കുറച്ചും കൂടി ആ ഒരു ഓർഡറൊക്കെ ആയിട്ടുള്ള ആളാണല്ലേ. അപ്പോൾ കുറച്ചും കൂടി ഫോമൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി നോക്കുക, മാഡം അല്ലെങ്കിൽ സർ, അത്രയും കുറച്ച് വലിയ ഫോമൽ ആയിട്ടുള്ള ലെറ്റർ പോലെ എഴുതാണെങ്കിൽ, അല്ലെങ്കിൽ ഫോമൽ ആയിട്ടുള്ള മെയിൽ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണടാ, സർ മാഡം എന്ന് യൂസ് ചെയ്യണം. ബാക്കിയെല്ലാം സെയിം ആണ്. റെഡി. ആൻഡ് ഇനി നമ്മൾ സബ്ജക്റ്റ് എഴുതുക. സബ്ജക്റ്റിൽ കൺഗ്രാജുലേറ്റ് ചെയ്യാനാണ്, ഞങ്ങൾ നിങ്ങളുടെ കഥ വായിച്ചു, അടിപൊളിയാണ്, ഇൻസ്പയറിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ആൻഡ് യുവേഴ്സ് ട്രൂലി, നിങ്ങളുടെ നെയിം കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ ഇമെയിൽ എൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ യുവേഴ്സ് ട്രൂലി അല്ലെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, സിൻസിയർലി എന്നോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ നെയിം, ആരാണോ മെയിൽ അയക്കുന്നത് അവരുടെ നെയിമും കൂടി കൊടുത്തു കഴിഞ്ഞാൽ എന്തായിട്ടുണ്ട്, നമ്മുടെ ഇമെയിൽ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, റെഡി. അപ്പോൾ നമ്മുടെ മെയിൽ നമുക്ക് നോക്കാം. 2 എഴുതി, seenaemlope@gmail.com എന്ന് എഴുതി, വെറുതെ CC/BCC എന്ന് അവിടെ എഴുതി വെച്ചു. ആൻഡ് സബ്ജക്ട് കൺഗ്രാജുലേഷൻ ഓൺ യുവർ അച്ചീവ്മെന്റ്സ്. നിങ്ങളുടെ അച്ചീവ്മെന്റ്സിൽ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു മെയിൽ അയക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സബ്ജക്റ്റ് എഴുതിയല്ലോ. റെഡി. ആൻഡ് മാഡം എന്ന് സ്റ്റാർട്ട് ചെയ്തു. ഐ ഹോപ്പ് ദിസ് ഇമെയിൽ ഫൈൻഡ്സ് യു വെൽ. ഈ ഒരു ഇമെയിൽ നിങ്ങൾക്ക് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഐ റീസെൻ്റ്ലി read your story The Toilet and wanted to congratulate you on all your achievements. അപ്പോൾ ഈ അടുത്തല്ല, റീസെൻ്റ് ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, The Toilet എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ സ്റ്റോറി വായിച്ചു. ആൻഡ് wanted to congratulate you on all your achievements. നിങ്ങളുടെ എല്ലാ അച്ചീവ്മെൻറ്റ്സിലും, നേട്ടങ്ങളിലും നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യണമെന്ന് തോന്നി. റെഡി. ആൻഡ് കൺഗ്രാജുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആശംസകൾ അറിയിക്കുക അല്ലെ. ആൻഡ് യുവർ ജേർണി ആൻഡ് ഡെഡിക്കേഷൻ ടു റൈറ്റിംഗ് ആർ ട്രൂലി ഇൻസ്പയറിംഗ്. നിങ്ങളുടെ ആ ഒരു ജേർണിയും ആൻഡ് ആ ഒരു റൈറ്റിംഗും ഒക്കെ എന്താണ്, എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, വളരെ പ്രചോദനം നൽകുന്ന ഒരു സാധനം തന്നെയാണ്. ആൻഡ് ഡിസ്പൈറ്റ് ദ ചലഞ്ചസ് യു ഫേസ്, യു ഫൗണ്ട് എ വേ ടു പെർസ്യൂ യുവർ പാഷൻ. അപ്പോൾ നിങ്ങൾ ഒരുപാട് ചലഞ്ചസ്, പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും യു ഫൗണ്ട് എ വേ ടു പെർസ്യൂ യുവർ പാഷൻ. പക്ഷേ നിങ്ങളുടെ പാഷനെ, നിങ്ങളുടെ ആഗ്രഹത്തെ പിന്തുടരാൻ വേണ്ടിയിട്ട്, പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നിങ്ങൾ ഒരു വഴി കണ്ടുപിടിച്ചു. ആൻഡ് ഇറ്റ് ഷോസ് ഇൻ യുവർ wonderful work and your story has motivated me to keep going after my own dreams. അങ്ങനെ ആ ഒരു
നിങ്ങളുടെ വണ്ടർഫുൾ വർക്ക് ആയിട്ടുള്ള ദ ടോയ്ലറ്റ് എന്നുള്ളതിൽ നിങ്ങളുടെ സ്ട്രഗിൾസും അതിൽ നിങ്ങൾ സ്ട്രഗിൾസിനെ ഫേസ് ചെയ്ത് നിങ്ങളുടെ സക്സസിലേക്ക് പിന്തുടർന്നതും ഒക്കെ എനിക്ക് എന്തായിട്ടുണ്ട് ആ ഒരു വർക്കിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് യുവർ സ്റ്റോറി ഹാസ് മോട്ടിവേറ്റഡ് മീ ടു കീപ് ഗോയിങ് ആഫ്റ്റർ മൈ ഓൺ ഡ്രീംസ്. എൻ്റെ സ്വപ്നങ്ങൾക്ക് പിറകിൽ പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്റ്റോറി എനിക്കൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു പ്രചോദനം നൽകിയിട്ടുണ്ട്. നോ മാറ്റർ വാട്ട് ഒബ്സ്റ്റക്കിൾസ് കം മൈ വേ. എന്ത് ഒബ്സ്റ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? തടസ്സങ്ങൾ. എന്ത് തടസ്സങ്ങൾ എൻ്റെ പിന്നാലെ വന്നാലും അല്ലെങ്കിൽ എൻ്റെ വഴിയിൽ വന്നാലും അതിലൊന്നും പതറിപ്പോവാതെ എൻ്റെ വഴി, എൻ്റെ ഡ്രീമിലേക്ക് നടന്നു പോകാൻ അല്ലെങ്കിൽ എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്റ്റോറി എനിക്ക് മോട്ടിവേഷൻ, ഒരു പ്രചോദനം നൽകിയിട്ടുണ്ട്. ആൻഡ് താങ്ക് യു ഫോർ ഷെയറിങ് യുവർ എക്സ്പീരിയൻസ് ആൻഡ് ഫോർ ബീങ് സച്ച് ആൻ ഇൻസ്പിറേഷൻ. നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ, അനുഭവങ്ങൾ പങ്കുവച്ചതിൽ നന്ദി. ആൻഡ് ഫോർ ബീങ് സച്ച് ആൻ ഇൻസ്പിറേഷൻ. ഞങ്ങൾക്ക് അത്രയും പ്രചോദനമേകുന്ന അല്ലെങ്കിൽ അത്രയും പ്രേരണ നൽകുന്ന ഒരാളായിട്ട് മാറിയതിന് താങ്ക് യു എന്ന് പറയാം. ആൻഡ് വിഷിംഗ് യു കണ്ടിന്യൂഡ് സക്സസ് ഇൻ ഓൾ യുവർ ഫ്യൂച്ചർ എൻഡേവേഴ്സ്. റെഡി? അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഭാവി പരിശ്രമങ്ങളിലൊക്കെ എല്ലാ സക്സസ്സും ഞാൻ ആശംസിക്കുകയാണ്. ബെസ്റ്റ് റിഗാർഡ്സ് നെയിം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അഡ്രസ്സ് വേണമെന്നില്ല, അഡ്രസ്സ് നോട്ട് നെസസറി ആയിട്ടോ. ഇനി വലിയ ഫോമലായിട്ട് നിങ്ങൾ വലിയ കമ്പനിക്കൊക്കെ ജോലി ആവശ്യത്തിനൊക്കെ അയക്കുകയാണെങ്കിൽ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യണ്ടേ? അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്രസ്സ് വെക്കാം കേട്ടോ. ഇവിടെ നോട്ട് നെസസറി. സോ ബെസ്റ്റ് റിഗാർഡ്സ് നെയിം എന്നൊക്കെ നിങ്ങളുടെ നെയിമും എഴുതിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളെ ഇമെയിൽ സെറ്റാണ്. റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മെയിലിൽ എഴുതേണ്ടതായിട്ടുള്ളത്. അപ്പം മെയിൻ ബോഡിയിൽ എന്ത് ചെയ്യുക? ആ ഒരു എന്താണോ ടോപ്പിക് നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത്, ഇവിടെ കൺഗ്രാജുലേറ്റ് ചെയ്യാനുള്ളത്, അപ്പോൾ കൺഗ്രാജുലേറ്റ് ചെയ്യുക. ആൻഡ് ഐ എം കൺക്ലൂഡിങ് മൈ വേർഡ്സ് ആൻഡ് I want to see you and I will hope for a better future എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഡിങ് മൈ വേർഡ് അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു സം അപ്പ് എന്ന് പറഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൽ ID എഴുതേണ്ടതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നാളെ എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ബൈ.